പറഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നമ്മുടെ രണാസുന, അതായത് രേഷ്മ തങ്കച്ചൻ, ബിഗ് ബോസ് സീസൺ 7ലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആലോചിക്കുമായിരുന്നു, എന്ത് ക്വാളിറ്റി കണ്ടിട്ടാടാ ബിഗ് ബോസിലോട്ടൊക്കെ എടുത്തതെന്ന്. ഞാൻ തന്നെ ഇങ്ങനെ അന്താളിച്ചിരുന്നു പോയി. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ആദ്യം എടുക്കില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് നല്ല സ്നേഹമുള്ള ആൾക്കാർ അവിടെ, അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറഞ്ഞങ്ങോട്ട് വന്നേ. രാവിലെ തന്നെ അറിഞ്ഞൊരു കേസാണ് ബിഗ് ബോസ് സീസൺ 7 രേണുസുതിയെ എടുത്തെന്ന്. ഞാൻ അപ്പൊ തന്നെ കിളി പറന്ന് വണ്ടറടിച്ചിരിക്കുകയാണ്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, TRP റീച്ച് നോക്കി അവരും എടുത്ത്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഉറപ്പായിട്ട് എന്റെ സംശയം ശരിയാണ്. ലാലേട്ടന്റെ അടുത്ത്, ലാലേട്ടന്റെ തന്തയാണ് എന്നെ ഇങ്ങനെ പറയാൻ, ലാലേട്ടൻ എന്റെ തന്തയാണോ എന്ന് മിക്കവാറും പറയാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. തന്റെ അപ്പന്റെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? നീ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ. ഈ ക്വാളിറ്റി ഇല്ലാത്ത, ഈ നിലവാരമില്ലാത്ത, ചൂണ്ടിക്കാണിക്കാൻ ഒരു നല്ല സ്വഭാവം പോലും ഇല്ലാത്ത ഈ സാധനത്തിനേക്ക് ഇങ്ങനത്തെ ഒരു വലിയ ബിഗ് ഷോയിൽ എടുത്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ പ്രാകൃതപ്പെട്ട് നടന്ന ഒരു കൊച്ചനാ ഇപ്പൊ ഇവനെ കണ്ട ആ കള്ളമത്തായിയുടെ മോനാന്ന് പറയത്തേ ഇല്ല. ഡെഫിനിറ്റാ ഈ നെഗറ്റീവ് സാധനം നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ എടുത്തിട്ടുള്ളത്. കാരണം ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും റീച്ചിലടെ, അതുകൊണ്ട് പുറത്ത് ഇത്രയും നെഗറ്റീവ് റീച്ചിൽ നിൽക്കുന്ന ഇവരെ അവരും എടുത്ത്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എന്തായാലും 1-2 ആഴ്ചയെങ്കിലും അതിനകത്ത് നിൽക്കും, കൺഫേമാണ്. ചിലപ്പോൾ അവസാനം വരെ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നിർത്തും. ഞങ്ങളൊരു തീരുമാനത്തെത്തി. എന്താ? കുറെ നേരം ഞങ്ങൾ സഹിക്കുകയാണ്. കാശ് സൗകര്യം പുല്ലേ എന്തൊക്കെയായാലും തനി സ്വഭാവം അതിന്റെ അകത്ത് വെച്ച് പൊട്ടും. അത് കൺഫേമാ. 100% എഴുതി ഒപ്പിട്ട് തരാം. തനി സ്വഭാവം അതിന്റെ അകത്ത് വെച്ച് പൊട്ടും. ഗസ്റ്റ് ആണല്ലോ, അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളല്ലേ? അയ്യോ, ഒരു വിധവയാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നതാണ്. ഈ രീതിയിൽ പുകഴ്ത്തിയെടുത്ത് കൊണ്ടുവന്ന് നിർത്താൻ കുറെ PR ടീമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഈ ഇടവകയിലെ പെമ്പളമാരെ മുഴുവൻ ഞാൻ സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുക. കൂടെ ഇറക്കാൻ എപ്പോഴാ എന്നതാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, ബാക്കി തെരുത് ഏറ്റു. നിങ്ങളൊന്നും ആലോചിക്കണം, ഈ നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു വർഗ്ഗമാണ് തങ്കച്ചൻ ഉൾപ്പെടെ. തങ്കച്ചൻ ആ വീടിന്റെ കേസൊക്കെ പറഞ്ഞിട്ടില്ല, കുത്തി ചോറിന്റെ ഇളക്കിയിട്ട് വീടെല്ലാം പൊളിഞ്ഞു പോകണമെന്ന്. അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങേ. അതിന്റെയൊക്കെ മോളാണ് ഇത്. അല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ഇതൊക്കെ ഒരിക്കലും അതിന്റെ അകത്ത് പോയിട്ട് നല്ല കാണിക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഫാമിലി റൗണ്ട് വരുമ്പോൾ നമ്മൾ തങ്കച്ചനായിരിക്കും പോകുന്നത്. ബിഗ് ബോസ് സീസൺ 7 രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം തങ്കച്ചനായിരിക്കും ഫാമിലി റൗണ്ടിൽ പോകുന്നത്. 5 മണിക്ക് പ്രോഗ്രാം തുടങ്ങും, ഒരു 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ. നടക്കില്ല, എല്ലാ പരിപാടിക്കും ഞാൻ ലേറ്റ് ആയിട്ട് എത്താറുള്ളൂ എന്നറിയില്ലേ? സമയം ഞാൻ അറിയിക്കാം. ഓക്കെ തങ്കച്ചൻ അണ്ണ, നിങ്ങൾ പോണം. നിങ്ങൾ അന്ന് എനിക്ക് ഏറെ ഒന്നുകൂടി കയറ്റി വിടണം. സത്യം, നിങ്ങൾ വന്നാലേ കളികളൊക്കെ നടക്കത്തുള്ളൂ. തങ്കച്ചൻ അണ്ണ ഇല്ലാതെ ഒരു സുഖമില്ല. പഴയ ഒരു ആരോ ഒന്നും കിട്ടുന്നില്ല അല്ലെ? നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ.